പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 27 വാക്യം. തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഹല്ലേലൂയ! വീണ്ടും ചൈതന്യം വന്നു. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നശിച്ചുപോയി, ഇനിയൊരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇതാ ഹല്ലേലൂയ യാക്കോബ് ഒരു വാർത്ത കേൾക്കുന്നു. തൻ്റെ മകനായ ജോസഫ് ജീവിച്ചിരിക്കുന്നു, തൻ്റെ മകൻ അധികാരത്തിലായിരിക്കുന്നു. എന്നിട്ട് അതുമാത്രമല്ല, വെറും വാക്കല്ല, വാക്കോടുകൂടെ ഇതാ മകൻ അയച്ച ഹല്ലേലൂയ രഥങ്ങളെ കാണുന്നു. തൻ്റെ കണ്ണുകൊണ്ട് തന്നെ തൻ്റെ മകൻ അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ, ആ ഒരു അടയാളം കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ചൈതന്യം വന്നു. ഇന്ന് പകൽക്കാലവും വാഗ്ദത്തം പറഞ്ഞ ദൈവം അതിൻ്റെ നിവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനു വേണ്ട മുഖാന്തരങ്ങളെ ഒരുക്കും, അതിനുവേണ്ടി ചില അടയാളങ്ങളെ തരും. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, ഹല്ലേലൂയ, ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ ദിവസം വരെയും ദൈവം നമ്മെ പരിപാലിച്ചു, ദൈവം നമ്മെ നടത്തി. പലതിനെക്കുറിച്ചും നാം കേട്ടു, പല വാഗ്ദത്ത വിഷയങ്ങളും നമ്മുടെ ചെവിയിൽ കേട്ടു. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൊണ്ട് ഒരു നന്മയും കണ്ടില്ലെങ്കിലും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വീണ്ടും ചൈതന്യം വരുത്തുവാൻ ചിലതിനെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. നിങ്ങളുടെ മുമ്പാകെ ചിലതിനെ ദൈവം ഒരുക്കും. ഹല്ലേലൂയ! ഇതാ യാക്കോബിൻ്റെ മുമ്പാകെ ജോസഫ് അയച്ച രഥങ്ങളെ കർത്താവ് പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ! ആ രഥങ്ങളെ കണ്ടപ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം ഉറപ്പാ, താൻ കേട്ട വാഗ്ദത്തം യാഥാർത്ഥ്യമായിരിക്കുന്നു. താൻ കേട്ട ദൈവത്തിൻ്റെ ആ പ്രോമിസുകൾക്ക് ഇന്ന് നിവർത്തിയായിരിക്കുന്നു. പ്രിയരെ, ഈ പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില രഥങ്ങളെ അയക്കട്ടെ. നിങ്ങളുടെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ചില രഥങ്ങൾ ഹല്ലേലൂയ അതിനുള്ള വഴികളായി തീരട്ടെ. ദൈവം പുത്തൻ വഴികളെ, പുത്തൻ രീതികളെ, പുത്തൻ വാഹനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കട്ടെ. ഈ പകൽക്കാലം വചനം കേൾക്കുമ്പോൾ തന്നെ എത്ര പേർ അതൊന്ന് വിശ്വാസത്താൽ കാണും. ഹല്ലേലൂയ നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഹല്ലേലൂയ ചില വഴികളെ, ചില വാഗ്ദത്തങ്ങളെ ദൈവം ഒരുക്കിയിരിക്കുന്നു. ഈ രഥമാണ് ഹല്ലേലൂയ യാക്കോബിനെ ജോസഫിലേക്ക് എത്തിക്കുന്നത്. ഹല്ലേലൂയ ഈ പകൽക്കാലം നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ചില രഥങ്ങൾ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തരട്ടെ. ഞാൻ വിശ്വാസത്താൽ കണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഇതാ കാത്തിരിക്കുന്ന ഒരു യാക്കോബിന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ഒരു യാക്കോബിന് വേണ്ടി, നന്ദി പറയുന്ന ഒരു യാക്കോബിന് വേണ്ടി ഹല്ലേലൂയ ദൈവം ചിലതിനെ ഒരുക്കുന്നു, ചില രഥങ്ങളെ ഒരുക്കുന്നു. ഈ രഥങ്ങൾ നിങ്ങളെ എത്തിക്കേണ്ട നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലത്ത്, നിങ്ങളുടെ നഷ്ടപ്പെട്ടതിനെ പ്രാപിക്കേണ്ട സ്ഥാനത്ത് ഹല്ലേലൂയ ഇത് നിങ്ങളെ എത്തിക്കും. മിസ്രൈമിൽ തൻ്റെ മകൻ അധികാരത്തിലായിരിക്കുന്ന, തൻ്റെ മകൻ വാഴുന്ന സ്ഥലത്തേക്ക് ഈ രഥങ്ങൾ നിന്നെ കൊണ്ടുപോകും. ഇത് വെറും വാക്കല്ല, അതിനുവേണ്ടി കർത്താവ് വഴികൾ തുറന്നതാ. ഈ പകൽക്കാലവും വെറും വാക്കല്ല, ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ. നിങ്ങൾ നടക്കത്തില്ലെന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ചത്, ദൈവം തൻ്റെ രഥങ്ങളെ അയച്ച് തൻ്റെ വഴികളെ തുറന്ന് നിങ്ങളെ എത്തിക്കും. ചെങ്കടലിൻ്റെ മുമ്പാകെ പകച്ചു നിന്ന ഒരു ജനത്തിൻ്റെ മുമ്പാകെ ചെങ്കടൽ തുറന്ന് ചെങ്കൽ പാത ഒരുക്കി ഉണങ്ങിയ നിലത്തോടെ അക്കരെ എത്തിച്ചെങ്കിൽ, മരുഭൂമിയിൽ ആഹാരമില്ലാതെ വലഞ്ഞപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് മന്നയും കാടപ്പക്ഷിയും കൊടുത്തെങ്കിൽ, അതേ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തനത്രേ. നിങ്ങൾക്ക് വീണ്ടും ചൈതന്യത്തെ തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. നിങ്ങൾക്കറിയാം ശിംശോൻ്റെ ജീവിത ചരിത്രം. ശിംശോൻ വലിയ പോരാളിയായിരുന്നു. കർത്താവിൻ്റെ വാക്കിന് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിച്ച വ്യക്തി, ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി. ഒത്തിരി ഓടി, ഒത്തിരി കഷ്ടപ്പെട്ടു. കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഇതാ ശത്രു സൈന്യത്തെ സംഹരിച്ചു, വലിയ പോരാട്ടം നടത്തി. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി പോരാടുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ജീവിതത്തിൽ തളർന്നു പോയാൽ, ജീവിതത്തിൽ പ്രതിസന്ധിയിലായിപ്പോയാൽ നിന്നെ കർത്താവ് കൈവിടത്തില്ല.
രാമത്ത് ലേഹിയിൽ അവൻ്റെ നിലവിളിയുടെ മുമ്പാകെ ഒരു ഉറവ തുറന്നു. അവൻ അവിടെ നിന്ന് വെള്ളം കുടിച്ച് ചൈതന്യം പ്രാപിച്ചു എന്ന് ഹല്ലേലൂയ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. പോരാടുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, പ്രാർത്ഥനയിൽ പോരാടുന്നവനെ, ആരാധനയിൽ പോരാടുന്നവനെ, ദൈവിക വേലയിൽ പോരാടുന്നവനെ, നീ തളർന്നു പോകാൻ, നീ ലജ്ജിച്ചു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി ഉറവ തുറന്ന് നിനക്ക് വീണ്ടും ചൈതന്യം തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉണ്ടാക്കുന്നതത്രേ. നഷ്ടപ്പെട്ട ചൈതന്യത്തെ കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ വചനത്തിന് സാധിക്കും. ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ശരീരത്തിന്മേൽ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചൈതന്യത്തെ തരും. നിങ്ങൾ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാതെ ദൈവിക ചൈതന്യത്തെ തരാൻ നമ്മുടെ കർത്താവിൻ്റെ വചനത്തിന് സാധിക്കും. ഈ പകൽക്കാലം ഈ വചനം വാഗൊണ്ട് ഉരുവിട്ടാട്ട് യാക്കോബ് കണ്ട രഥങ്ങളെപ്പോലെ ഈ വചനങ്ങൾ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. രാമത്തിലേഹിയിൽ ഉറവ തുറന്ന് തൻ്റെ അഭിഷിക്തൻ്റെ ദാഹത്തെ മാറ്റി ചൈതന്യം പകർന്നതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി പോരാടുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറവ കർത്താവ് തുറക്കും. വചനത്തിൻ്റെ ഉറവ, വാഗ്ദത്തത്തിൻ്റെ ഉറവ, നന്മയുടെ ഉറവ ഇന്ന് പകൽക്കാലം കർത്താവ് തുറക്കട്ടെ. അവൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാക്കി നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അക്കരെ എത്തുവോളം സൂക്ഷിക്കട്ടെ. വാഗ്ദത്തത്തിൽ എത്തുവോളം നിങ്ങളെ പരിപാലിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.